Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 മെയ് 8 ബുധനാഴ്ച. 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന രണ്ടാമത് ആസിയാൻ GCC ഉച്ചകോടിയിൽ പങ്കെടുത്ത് ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ പ്രാദേശിക സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത ഉച്ചകോടിയിൽ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ പ്രതിനിധിയായാണ് കിരീടാവകാശി പങ്കെടുത്തത്. സമ്മേളനത്തിനായി മലേഷ്യ നടത്തിയ ആതിഥ്യ മര്യാദയ്ക്കും മികച്ച ക്രമീകരണങ്ങൾക്കും കിരീടാവകാശി നന്ദി പറഞ്ഞു. 2024-28 ആസിയാൻ GCC സംയുക്ത സഹകരണ പദ്ധതിക്ക് ബഹ്റൈൻ പൂർണ്ണ പിന്തുണ നൽകുന്നതായും ഇരുവരും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിനെ അംഗീകരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവിനെ തുടർന്ന് ബഹ്റൈനിൽ ആവശ്യമായ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 6 സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. അനധികൃത വിദ്യാഭ്യാസ സേവനങ്ങൾ നൽകിയ ഒരാളെ തടങ്കിൽ വയ്ക്കാനും തുടർന്ന് വിചാരണ ചെയ്യാനും പബ്ലിക് പ്രോസിക്യൂഷൻ ഉത്തരവിട്ടു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥ സംഘങ്ങൾ പരിശോധന നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് ചീഫ് പ്രോസിക്യൂട്ടർ അറിയിച്ചു. ബഹ്റൈൻ പ്രതിഭ റിഫ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി മുതൽ നടന്നുവരുന്ന അരങ്ങ് 2025 എന്ന കലാകായിക സാഹിത്യ രചനാ മത്സരങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ മെയ് 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മുതൽ സൽമാബാദിലെ ഗൾഫ് എയർ ക്ലബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ ഡോക്ടർ ജാസി ഗിഫ്റ്റ് നയിക്കുന്ന സംഗീത നിശയും മറ്റു കലാപരിപാടികളും ഫിനാലെയുടെ ഭാഗമായി അവതരിപ്പിക്കപ്പെടും. പ്രതിഭയുടെ റിഫ മേഖലയിലെ 7 യൂണിറ്റുകളിൽ നിന്നുള്ള അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നിരവധി കലാകായിക സാഹിത്യ മത്സരങ്ങളാണ് കഴിഞ്ഞ 4 മാസ കാലയളവിൽ സംഘടിപ്പിച്ചത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർപേഴ്സൺ ഷീബ രാജീവൻ, ജനറൽ കൺവീനർ ജയേഷ് VK, പ്രതിഭ റിഫ മേഖലാ സെക്രട്ടറി മഹേഷ് KV, പ്രസിഡന്റ് ഷിജു പിണറായി, ട്രഷറർ ബാബു VT എന്നിവർ സംബന്ധിച്ചു. KMCC ബഹ്റൈൻ സൗത്ത് സോൺ കമ്മിറ്റി സംഘടിപ്പിച്ച സൗത്തേൺ ബ്രീസ് ഫെസ്റ്റ് 2025 മനാമ KMCC ഓഫീസിൽ നടന്നു. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ബഹ്റൈനിലെ KMCC പ്രവർത്തകരുടെയും കുടുംബങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് പരിപാടി ശ്രദ്ധേയമായി. വനിതകളുടെ പായസ മത്സരം, കുട്ടികളുടെ ചിത്രരചനാ മത്സരം, മാപ്പിളപ്പാട്ട് മത്സരം, വിവിധ കലാപ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളുടെ വേറിട്ട അനുഭവമായിരുന്നു. തുടർന്ന് നടന്ന സമാപന സംഗമം സംസ്ഥാന പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് സോൺ പ്രസിഡന്റ് സഹിൽ തൊടുപുഴ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ വോൾഡ് KMCC സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത അസൈനർ കളത്തിങ്കലിനെ ആദരിച്ചു. സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഫൈസൽ കോട്ടപ്പള്ളി, ട്രഷറർ KP മുസ്തഫ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഗർഫൂർ കൈപ്പമംഗലം, CH സെൻറ്റർ ജനറൽ കൺവീനർ റഷീദ് ആറ്റൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ബഹ്റൈൻ KMCC സൗത്ത് സോൺ ജനറൽ സെക്രട്ടറി TK റാഷിദ് സ്വാഗതവും ട്രഷറർ ഖലീൽ വെട്ടിക്കേറ്റരി നന്ദിയും പറഞ്ഞു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഫ്രണ്ട്സ് അസോസിയേഷൻ ഓഫ് തിരുവല്ല ഈദ്, വിഷു, ഈസ്റ്റർ ആഘോഷം സംഘടിപ്പിച്ചു. ഫാറ്റ് വൈസ് പ്രസിഡന്റ് ബ്ലസൻ മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രക്ഷാധികാരി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വനിതാ വിംഗ് കോർഡിനേറ്റർ ബിനു ബിജു, ഫാറ്റ് പ്രോഗ്രാം ജനറൽ കൺവീനർ ജെയിംസ് ഫിലിപ്പ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി.
ജനറൽ സെക്രട്ടറി അനിൽ പാലേരി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ വിനോദ് കുമാർ നന്ദിയും രേഖപ്പെടുത്തി. രക്ഷാധികാരി വർഗീസ് ഡാനിയൽ, അഡ്വൈസറി ബോർഡ് മെമ്പർ ബിജു മുതിരക്കാല, ട്രഷറർ ജോബിൻ ചെറിയാൻ, വൈസ് പ്രസിഡന്റ് വിനു ഐസക്, മനോജ് ശങ്കർ, മാത്യു പലിയേക്കര, ജോസഫ് ഫിലിപ്പോസ്, രാജീവ് കുമാർ, അദ്നാൻ അഷ്റഫ്, രാധാകൃഷ്ണൻ നായർ, നൈനാൻ ജേക്കബ്, നിതിൻ സോമനാഥ്, നെൽജിൻ നെപ്പോളിയൻ, ടോബി മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് ഫാറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ബഹ്റിനിലെ അറിയപ്പെടുന്ന കലാകാരന്മാർ ഉൾപ്പെടുന്ന ടീം സിത്താർ ബാൻഡിൻ്റെ സംഗീത നിശയും ഉണ്ടായിരുന്നു. അദലിയയിൽ ഇരുനില വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തിയ കേസിൽ 3 പേർക്ക് ബഹ്റിൻ ഹൈക്രിമിനൽ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഇതോടൊപ്പം ഇവർക്ക് 5000 ദിനാർ പിഴയും വിധിച്ചിട്ടുണ്ട്. 4ാമത്തെ പ്രതിക്ക് 10 വർഷം തടവും 5000 ദിനാർ പിഴയും, 5ാമതൊരാൾക്ക് 1 വർഷം തടവും 1000 ദിനാർ പിഴയും വിധിച്ചു. ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ സംഘത്തലവനെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. 51കാരനായ സംഘത്തലവനാണ് വിത്തുകൾ ശേഖരിച്ചത്. തുടർന്ന് വീട്ടിൽ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി മറ്റ് 2 പ്രതികളെ സഹായികളാക്കി നിർത്തി കഞ്ചാവ് കൃഷി നടത്തുകയായിരുന്നു. ചട്ടിയിൽ നട്ട കഞ്ചാവ് ചെടികൾ, ചൂടിനായുള്ള വിളക്കുകൾ, എയർ കണ്ടീഷനിങ് യൂണിറ്റ്, മണ്ണ്, വളം, വായുസഞ്ചാരത്തിനുള്ള ഫാനുകൾ, ഉണക്കാനുള്ള റാക്കുകൾ എന്നിവ വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. 4ാം പ്രതി ഇവർ ചെയ്തുണ്ടാക്കിയ കഞ്ചാവ് വിറ്റിരുന്നതായും 5ാം പ്രതി ഇയാളിൽ നിന്ന് കഞ്ചാവ് വാങ്ങി ഉപയോഗിച്ചയാളുമാണ്.